വീരാൻകുട്ടിയുടെ കവിതകളുമായി അടുത്ത പരിചയമുണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സമാഹാരം മറിച്ചു നോക്കിയപ്പോൾ പല വരികളും കണ്ണിൽ തറച്ചു, മനസ്സിലും. അത്യാഹിത വാർഡിലേക്ക് തിടുക്കത്തിലുള്ള നെഞ്ചിരിപ്പോടെ പോകുന്ന ഒരാൾ ചെരുപ്പിന്റെ വാറിലെ ഇടാതെ പോയ തുന്നലിനെ കുറിച്ച് വേവലാതിപ്പെടുകയില്ല. എപ്പോൾ വേണമെങ്കിലും ഉള്ള തുന്നൽ വിട്ട് പാറഴിഞ്ഞ് ചെരുപ്പ് കാലിൽ നിന്ന് വഴുതിപ്പോകുന്നതിനെ കുറിച്ച് വേവലാതി ആർക്കുമുണ്ടാകാം. പക്ഷേ ഏറെ പ്രിയപ്പെട്ട ഒരാൾക്കായി അത്യാഹിത വാർഡിലേക്ക് തിടുക്കപ്പെട്ടു പോകുമ്പോൾ അയാൾക്ക് ചെരുപ്പുണ്ടെങ്കിലെന്ത് ഇല്ലെങ്കിലെന്ത്. ഇപ്പോൾ ഷൂസ് ഇല്ലെന്ന് പരാതി പറയുന്നവൻ കാലില്ലാത്തവനെ കണ്ട് നടുങ്ങിയതടക്കം സ്വന്തവും അന്യവുമായ എത്രയോ സ്മരണകൾ വന്ന് ഉള്ളിനെ ഞെരിക്കും. അടുത്തൊരു കവിതയിലെ വരികൾ ഇങ്ങനെ: എന്തോ പറയാൻ ശ്രമിച്ചു മരിച്ചു പോകുന്ന ഒരാൾ മുഴുമിക്കാതെ വിടുന്ന വാക്കുകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കും? മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ ഒരാൾ പറയാൻ ശ്രമിച്ചത് കേൾക്കാൻ പറ്റാതെ പോകുന്നതിനേക്കാളും കനത്ത നഷ്ടം എന്തുണ്ട്? ഇതിനെപ്പറ്റി പല കവികളും പല സന്ദർഭങ്ങളിൽ എഴുതിയിട്ടുള്ളത് ഓർമ്മ വരുന്നു. ആ വാക്കുകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുമെന്നത് വല്ലാത്തൊരു ചോദ്യമാണ്. അവരുടെ നടക്കാത്ത സ്വപ്നങ്ങളും മോഹങ്ങളും പോലെ ഈ വാക്കുകളും അന്തരീക്ഷത്തിൽ ഘനീഭവിച്ചു കിടക്കുമോ? ആർക്കറിയാം. ഇതുപോലെ ഹൃദയസ്പർശിയായ മറ്റൊരു കവിതയാണ് ആശുപത്രിക്ക് മുന്നിലെ നടപ്പാത. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിൽ നിവർത്തിവെച്ച കുടയ്ക്ക് കീഴിൽ കുട്ടിയുടുപ്പ്, ബേബി സോപ്പ്, ചെറിയ തോർത്തുമുണ്ട്. നമ്മൾ എത്ര കണ്ട കാഴ്ചകളാണല്ലേ. പക്ഷെ അവ മാത്രമല്ല, കുഞ്ഞുങ്ങളെ പുതപ്പിക്കാനുള്ള വെള്ളത്തുണി, മൂക്കിൽ വയ്ക്കുന്ന പഞ്ഞി, അതിലിറ്റിക്കാൻ സുഗന്ധദ്രവ്യം, ആംബുലൻസിന്റെ നമ്പറുള്ള ചെറിയ ടെലിഫോൺ ബുക്ക്, കാലത്ത് വന്ന് കുട്ടിയുടുപ്പ് വാങ്ങിയ ആൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് പുതപ്പിക്കാനുള്ള വെള്ളത്തുണി വാങ്ങുന്നതും ആ കച്ചവടക്കാരൻ കണ്ടു നിൽക്കുന്നു. ഇങ്ങനെ ഉള്ളുലയ്ക്കുന്ന കവിതകൾ അനേകമുണ്ട് വീരാൻകുട്ടിയുടെ കവിതകൾ എന്ന സമാഹാരത്തിൽ. വലിയ നിശബ്ദതയെ ഉള്ളിൽ പേറുന്ന ബലൂൺ ഉച്ചത്തിൽ പൊട്ടുമ്പോഴേ ആ നിശബ്ദതയെ നമ്മൾ തിരിച്ചറിയൂ. അത്തരം നിശബ്ദതകൾ ഉള്ളിൽ പേറുന്നവയാണ് വീരാൻകുട്ടിയുടെ പല കവിതകളും.